It is good, but we are expecting something more from Shankar. ಸಾಂಗ್ಸ್ ಬ್ಯಾಕ್ಗ್ರೌಂಡ್ ಫೈಟ್ಸ್ ಎಲ್ಲ ಸೂಪರ್ ഉണ്ട്. മാസ് പടം തെലുങ്ക് മാസ് പടം കണ്ട ഒരു ഫീല് കാണത്തുള്ളൂ. പിന്നെ ഒന്ന് പോരാ, അത്ര മേക്കിംഗ് അത്ര പോരാ, ജസ്റ്റ് കണ്ടിരിക്കുക അത്രേ ഉള്ളൂ. പട ശങ്കറിന്റെ എല്ലാ പടവും മിസ് ചെയ്ത് പകുതി മുതലൻ സിനിമ തന്നെ ഫുള്ള്. ശങ്കറിന്റെ ഏത് സിനിമ നമ്മളെ പണ്ടത്തെ സിനിമകൾ പോലെ തന്നെയാണ്, പക്ഷെ എടുത്തേക്കുന്ന രീതി ഉള്ള രാംചന്ദ്രൻ വെച്ച് എടുത്തേക്കുന്ന രീതി ആവറേജ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൽ ആവറേജ് എത്രക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും ഇല്ല ഇതില്. റീസെന്റ് ഇറങ്ങി ഇന്ത്യൻ ടൂവിനെക്കാട്ടി മച്ച് വെച്ച് ബെറ്റർ ആയിരുന്നു. കണ്ടോണ്ടിരിക്കാൻ പറ്റി, ആർക്കും അങ്ങനെ ബോറൊന്നും അടിച്ചില്ല, വെറുപ്പിരൊന്നും ഇല്ലായിരുന്നു. വേസ്റ്റ് ആണ്, വേറൊന്നും ഇല്ല പറയാൻ. കണ്ടോണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല. ആ ഹീറോയിസത്തിലും ഒരു കഥ പറയാനുണ്ടായിരുന്നു ഈ സിനിമയിൽ എന്ന് തോന്നി. Not expected more. How did you? It's a commercial action. How did you feel? It is good, but we are expecting something more from Shankar as a director. Compared to Indian, do far better or It can be better, but overall it is good. suggest for a theater watch? Yeah, of course. ಸೂಪರ್ಮನ್ ಫ್ಯಾಮಿಲಿ ಶೋ ಅಂಡ್ ಪೊಲಿಟಿಕಲ್ ಸಾಂಗ್ಸ್ ಬ್ಯಾಕ್ಗ್ರೌಂಡ್ ಫೈಟ್ಸ್ ಎಲ್ಲ ಸೂಪರ್ ഉണ്ട്. ರಾಮ್ ಸರ್ ಆಕ್ಟಿಂಗ್ ಒಂದು ಮನ್ಸುತ್ತೆ ಆಫ್ಟರ್ 3 years ಬ್ಯಾಕ್ ട്രിപ്പിൾ ആർ ആഫ്റ്റർ സൂപ്പർ മൂവി തെലുങ്ക് ശങ്കർ ഡയറക്ഷൻ. ഗെയിം ചേഞ്ചറാണ് കണ്ടത്. തെലുങ്ക് വെർഷനാണ് ഞാൻ കണ്ടത്. പടത്തിൽ സ്പീഡിലാണ് പടം പോകുന്നത്. നമുക്കിപ്പോ ഒരു പക്ക ഒരു ശങ്കർ പടം ആയിട്ട് നമുക്ക് തോന്നില്ല. ഒരു തെലുങ്ക് മാസ് പടം കണ്ട ഒരു ഫീലേ ഉള്ളൂ. പിന്നെ നമുക്കിപ്പം അതിൽ സോങ്സിലൊക്കെ നമുക്ക് ശങ്കർ പടത്തിൽ ടച്ച് സോങ്സിലുണ്ട്. ഒരു സിനിമയില് നമുക്ക് അങ്ങനെ തോന്നൂല. ഒരു മാസ് പടം, തെലുങ്ക് മാസ് പടം കണ്ട ഒരു ഫീലേ കാണത്തുള്ളൂ. പിന്നെ വന്നിട്ട് ഇതില് ഒരു മുതൽവന്റെ വേറൊരു വെർഷനായിട്ട് നമുക്ക് കണ്ടായിരുന്നു. പോരാ, അത്ര മേക്കിംഗ് അത്ര പോരാ, ജസ്റ്റ് കണ്ടിരിക്കുക അത്രേ ഉള്ളൂ. കൊള്ളത്തില്ല, അത്ര ഇഷ്ടപ്പെട്ടില്ല പടം. മാസൊക്കെ ഉണ്ട്, പക്ഷേ കൊള്ളത്തില്ല അത്ര. മേക്കിംഗ് കൊള്ളാം, വേറെ അങ്ങനെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നും ഇല്ല പടത്തിന്റെ അകത്ത്. പട ശങ്കറിന്റെ എല്ലാ പടവും മിസ് ചെയ്ത് പകുതി മുതലൻ സിനിമ തന്നെ ഫുള്ള്. ശിവാജിയെ കൊണ്ടുപോകത്ത് ശിവാജി കുറച്ച് മുതലനാണ് കൂടുതലായിട്ടുള്ളത്. ആ സെയിം സിനിമ തന്നെ, കുറച്ച് വ്യത്യാസം അത്രേ ഉള്ളൂ. ഇന്ത്യൻ 2 പോലെ ഇല്ല, ഈ പടം ഒരു ആവറേജ് ഉണ്ട്. പക്ഷേ ശങ്കറിന്റെ ആ പഴയ ആ ഒരേ സ്റ്റൈല്, പുതിയതായിട്ടൊന്നുമില്ല. ആ പഴയ സ്റ്റൈല് മാത്രമേ ഉള്ളൂ. പഴയ ശങ്കറിന്റെ സിനിമകളുടെ അതേ ഒരു ഇത് തന്നെയാണ് ഇതിലുള്ളത്. പക്ഷേ മറ്റേ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നാലും പാട്ടൊന്നും അത്ര പോലെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ബിജിഎം കുഴപ്പമില്ല. അത് മൂന്നാമത്തെ ഒരു പാട്ട് കൊള്ളാം. അത് എല്ലാ ശങ്കറിന്റെ ഏത് സിനിമ നമ്മളെ പണ്ടത്തെ സിനിമകൾ പോലെ തന്നെയാണ്, പക്ഷെ എടുത്തേക്കുന്ന രീതി ഉള്ള രാംചന്ദ്രൻ വെച്ച് എടുത്തേക്കുന്ന രീതി ആവറേജ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൽ ആവറേജ് എത്രക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും ഇല്ല ഇതില്. ശങ്കർ മാറണം. ശങ്കർ ഇന്ത്യൻ ടൂ ഒക്കെ പടച്ചു വിടണ പോലെ ഇതും എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ ടൂവിനെക്കാളും വലിയ കാട്ടവരാതൊന്നുമല്ല, കാണാം, കുഴപ്പമില്ലാതിരുന്ന് കാണാം. പിന്നെ തമൻ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഞാൻ തമനെയും പ്രതീക്ഷിക്കുന്നുണ്ട്. തമൻ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറിന്റെ വലിയ ഫാനാണ് ഞാൻ. അപ്പം അതെനിക്ക് വർക്കായി. തമന്റെ മ്യൂസിക് എനിക്ക് നന്നായിട്ട് വർക്കായി. പിന്നെ രാംചരൺ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇതിന്റെ അകത്ത് അങ്ങനൊന്നും ഇല്ല. രാംചരൺ നമുക്ക് അങ്ങനെ ഒരു ഹൈ മൊമെന്റ് ഒന്നും തരുന്നില്ല. നമുക്കൊരു പടം കാണുമ്പോൾ ഒരു മൊമെന്റ് വേണ്ടി, അതൊന്നും വലുതായിട്ടില്ലേ പടത്തില്. ഒരു പാൻ ഇന്ത്യൻ പരിപാടി, അതാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നും ഇല്ല. സോങ്സ് ഞാൻ കേട്ട്, എനിക്ക് ആ സോങ്സ് എല്ലാം ഇഷ്ടമാണ്. അപ്പം അത് കുഴപ്പമില്ല. വലിച്ചു വാരി എറിഞ്ഞ് കുറെ കാശ് ചുമ്മാ എന്തിനൊക്കെ. അത് ഈ പടത്തില് സ്ക്രിപ്റ്റിലും കാര്യം എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ പിന്നെ കൊള്ളായിരുന്നു. അല്ലാതെ വേറെ ഒന്നും ഇല്ല ഈ പടത്തില്, പ്രത്യേകിച്ചൊന്നും ഇല്ല. കുഴപ്പമില്ല, അത്യാവശ്യം കണ്ടോണ്ടിരിക്കുന്ന ഒരു പടമായിരുന്നു. ഭയങ്കര പടമൊന്നുമില്ല. പുള്ളിയുടെ ശങ്കറിന്റെ പഴയ പടം വെച്ച് നോക്കുമ്പോൾ അത്രയും ആ ലെവൽ എത്തിയിട്ടില്ല. ബട്ട് റീസെന്റ് ഇറങ്ങി ഇന്ത്യൻ ടൂവിനെക്കാട്ടി മച്ച് വെച്ച് ബെറ്റർ ആയിരുന്നു. കണ്ടോണ്ടിരിക്കാൻ പറ്റി, ആർക്കും അങ്ങനെ ബോറൊന്നും അടിച്ചില്ല, വെറുപ്പിരൊന്നും ഇല്ലായിരുന്നു. കുഴപ്പമില്ലാത്ത പടമായിരുന്നു. വേസ്റ്റ് ആണ്, വേറൊന്നും ഇല്ല പറയാൻ. അതന്നെ പറഞ്ഞാൽ ടോട്ടൽ വേസ്റ്റ് ആണ്. വിഷ്വൽ എഫക്റ്റ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഓക്കെ, പക്ഷെ പോരാ. എന്താണ് മറ്റ് ശങ്കർ പടങ്ങളെ വെച്ച് നോക്കാൻ പോരത്. പഴയ പടങ്ങളെല്ലാം മിക്സ് ചെയ്തൊരു അങ്ങനെ ഒരു എഫക്റ്റാ തോന്നുന്നത്, ഒരു മിക്സ് തോന്നുന്നു, അത്രേ ഉള്ളൂ. ശരിക്കും മുതൽവനൊക്കെ കണ്ടൊരു ഫീലാണോ? മുതൽവന്നെ എവിടെ കിടക്കുന്നു, ഇത് എവിടെ കിടക്കുന്നു, ഒട്ടും കമ്പയർ ചെയ്യാനൊക്കില്ല. അത് നമ്മുടെ കാലത്ത് നല്ല പടങ്ങൾ, ഇത് ഒട്ടും കൊള്ളില്ല. അത്ര തന്നെ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കൊള്ളൂല. ശരിക്കും ശങ്കറിന്റെ ഒരു കംബാക്ക് എന്നൊക്കെയാണ് പലരും പറയുന്നത്. ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല. ഇന്ത്യൻ 2 മുതൽക്കൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ നല്ലൊരു പടം എന്ന് തോന്നുന്നില്ല. സീക്വൻസും ഡാൻസ് സീക്വൻസും ചുമ്മാ ആവശ്യമില്ലാതെ കുറെ ഉണ്ട്. പിന്നെ കണ്ടോണ്ടിരിക്കാം. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ടിപ്പിക്കൽ ഒരു തെലുങ്ക് മൂവി പോലെ ജസ്റ്റ് ചുമ്മാ കണ്ണു തോന്നുന്ന അടി ചെയ്തു അതൊക്കെ ഉള്ളൂ. വേറെ എടുത്തു പറയാൻ രാംചരൺ കുറച്ചുകൂടെ ക്വാളിറ്റിയുള്ള ഫിലിം ചെയ്തു എന്ന് തോന്നുന്നു. ഈ പടം കണ്ടപ്പോൾ അങ്ങനെ തോന്നുന്നു. പഴയ പടങ്ങളെക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ പടം കുഴപ്പമില്ല, നല്ലൊരു പടമായിരുന്നു.
അതായത് ഒരു ഹീറോയിസം ഉണ്ടല്ലോ, ആ ഹീറോയിസത്തിലും ഒരു കഥ പറയാനുണ്ടായിരുന്നു ഈ സിനിമയിൽ എന്ന് തോന്നുന്നു. ഇതിലൊന്നുമില്ല, പടത്തിലൊന്നുമില്ല. ബേസ് പണ്ട് തൊട്ടേ കാണുന്ന കഥ തന്നെ, ഒരു മാറ്റമില്ല. ചുമ്മാ പൈസ പൊട്ടിക്കാൻ വേണ്ടി പടത്തിൽ വീണ്ടും തേച്ചു. പടം നല്ല പടമായിരുന്നു, അർജന്റ് ആയിരുന്നു. ഡയറക്ഷൻ സ്ക്രീൻ പ്ലേ ഒക്കെ കൊള്ളാം. നല്ല രസമുണ്ട്. ഈ തിയേറ്റർ എക്സ്പീരിയൻസിന് പറ്റിയ പടം കേട്ടോ. പ്രതീക്ഷിച്ച അത്ര ഒന്നുമില്ല, ചുമ്മാ സാധാരണ കണ്ടിരിക്കാം. സാധാ ഒരു തെലുങ്ക് പടം പോലെ, ക്ലൈമാക്സ് ഒന്നും ഒട്ടും ഇല്ല. വിഷമിക്കുക, എന്തൊക്കെയോ നടക്കുന്നു. ഫസ്റ്റ് ഹാഫ് കൊള്ളവരാതോ, സെക്കൻഡ് ഹാഫ് ശങ്കർ പടം ഇന്ത്യൻ ടൂടെ ഞാൻ കൈവിട്ടായിരുന്നു. പണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇതൊന്നും അത്ര വരുന്നില്ല. ആക്ച്വലി നല്ലൊരു പടമായിട്ട് തുടക്കം തൊട്ട് എടുത്തിരുന്നെങ്കിൽ സെക്കൻഡ് ഹാഫിൽ കുറെ ഹൈ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതിപ്പം ഇങ്ങനെ ഇതാണെന്നും തോന്നാൻ പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് ചിലപ്പം ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ല. ശങ്കറിന്റെ ഒരു സ്ഥിരം കാണുന്ന ഇപ്പം ഇന്ത്യൻ ടു വെച്ച് നോക്കുമ്പോൾ അതേ പാറ്റേൺ ഉള്ള ഒരു പടം പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതെ, നല്ല രീതിയിൽ പണി. മൂവി എന്താ പറയാ, ഇപ്പൊ ഇന്ത്യൻ ടു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബെറ്റർ ആണ്. ബട്ട് എന്നാലും അത്ര മുകളിലോട്ട് എത്തിയിട്ടില്ല സിനിമ. ശങ്കറിന്റെ നമ്മളിപ്പോ അന്യനും അയ്യൊക്കെ കണ്ട് എന്തിരനൊക്കെ കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് താഴെയാണ്. കമേഴ്ഷ്യലായിട്ടൊരു പൊളിറ്റിക്സ് ആണ് കാണിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഒരുപാട് ക്രിഞ്ച് സീൻസ് ഉണ്ട്, ആവശ്യമില്ലാത്ത. വേണേ കുറച്ചുകൂടെ ഈ സ്ക്രീൻ പ്ലേ ഒക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് കംപ്ലീറ്റ്ലി ഒരു കമേഴ്ഷ്യൽ രീതിക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ലോണം എടുക്കാൻ പറ്റിയിരുന്ന ഒരു സിനിമയായിരുന്നു. ഒരു കമേഴ്ഷ്യലായിട്ട് എടുക്കായിരുന്നു. ബട്ട് ഇതിനകത്ത് ആവശ്യമില്ലാത്ത കുറെ സീൻസ് ഉണ്ട്. ഓവറോൾ ഇന്ത്യൻ വെച്ച് നോക്കിയാൽ കൊള്ളാം, അത്രേ പറയാനുള്ളൂ. സമയമുണ്ട്, പൈസ ഉണ്ടെങ്കിൽ കാണാം. സ്ഥിരം അങ്ങനെ പറയാൻ പറ്റൂ. പടം കൊള്ളാം, നന്നായിട്ടുണ്ട്. കാരണം പുള്ളിയുടെ അവസാനത്തെ പടം വെച്ച് നോക്കിയ പടം നന്നായിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സംഭവം. ഏതാ ഇന്ത്യൻ ടൂവിനേക്കാളും എത്രയോ ബെറ്റർ. കാരണം പുള്ളി സീരിയസിൽ പുള്ളിയുടെ പഴയ സ്വഭാവം തിരിച്ചിറങ്ങിയിട്ടുണ്ട്. അതായത് ഒരു പാട്ടിന് വേണ്ടി 50 കോടി മുടങ്ങി 100 കോടി മുടങ്ങി 3 പാട്ടിന് എങ്ങനെ പോയാലും 1/4 മുടങ്ങി കാണും. നന്നായിട്ടുണ്ട്. കാരണം പുള്ളി നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. കാരണം പുള്ളി നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ശങ്കറിനെ അടുത്ത് പറയുന്നത് പുള്ളി പണ്ടത്തെ ഒരു ഇത് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ കുറെയൊക്കെ നമ്മളെ ഈ പുതിയ പഴയ കുപ്പിൽ അല്ലെങ്കിൽ ടെംപ്ലേറ്റ് ഒക്കെ സെയിം ആണ്. പക്ഷെ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാം ടോട്ടലി പണ്ടത്തെ പുള്ളിയുടെ ഒരു ഇതില്ല, അത് ഒരു പരിധി തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം ഞാൻ പണ്ട് ശിവാജിയുടെ അന്ന് കഴുത്ത പാട്ടിന് മാത്രം 5 കോടി. എങ്ങനെ പോയാലും ഞാൻ വെച്ച് 2 പാട്ടേ ഉള്ളൂ. ഈ അവസാനത്തെ പാട്ടാണ് ഏറ്റവും കൂടുതൽ ചെലവുള്ളൂ. എങ്ങനെ നോക്കിയാൽ മാത്രം 10-40 കോടിയാണ്. ഫുള്ള് സെറ്റാണ്, അതൊന്നുമില്ല അതില്. ചെറിയ ഗ്രാമ സെറ്റ്, ഭയങ്കര വിഷ്വൽ രീതി, ഭയങ്കര രസമാണ്. പടം കൊള്ളാം. അതായത് സെയിം ടെംപ്ലേറ്റ് ആണ്, പക്ഷെ പടം വൈസ് നോക്കിയ പടം കൊള്ളാം. ശങ്കറിനൊരു അത് നന്നായിട്ടുണ്ട്. പിന്നെ അങ്ങനെ ജയറാമിന്റെ കാര്യം ചോദിക്കണ്ട. അതിനാ ഈ നമ്മള് അത് ഫാസിൽ പുഷ്പ പോലെ ചെയ്തതല്ല. അതായത് വലിയ ആളെ പിടിച്ചിവിടെ എടുത്തത്. 7-8 ഡയലോഗേ പുള്ളിക്കുള്ളൂ. ഇടയ്ക്കിടയിൽ ഒന്ന് കൗണ്ടർ അടിക്കും, സെൽഫ് കൗണ്ടർ പുള്ളി തന്നെ കൊടുക്കും. ആ ഒരു പുള്ളിയുടെ ആവശ്യമില്ല. ബാക്കിയെല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എസ് എ സൂര്യ പുള്ളി സ്ഥിരം ഒരു സ്വഭാവമാണ്. എല്ലാത്തിനും ഒരു അലറി ആ ഒരു കാര്യം കൊള്ളാം. പക്ഷെ സ്ഥിരം ഒരു സാധനമല്ലേ. ഓക്കെ. കാരണം ശങ്കറിന്റെ ഒരു പഴയ ഒരു മൂഡ് തിരിച്ചു വന്നിട്ടുണ്ട്. പടം വെച്ച് കൊള്ളാം.